അയ്യോ, എന്തൊരേറാ എറിഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് തെച്ചിക്കോട്ടുകാവിൽ പോയായിരുന്നു. ആ കൂട്ടത്തിൽ നീരിൽ നിൽക്കുന്ന ദേവിദാസനെയും ഒന്ന് പോയി കണ്ടു. ദേവിദാസൻ ആ സമയത്ത് നല്ല രീതിയിൽ മദപ്പാടിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമായിരുന്നു. നല്ല ഒലിവുമുണ്ട്. അപ്പോഴാണ് ഈ കാണുന്ന ഐറ്റം നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ദാസപ്പൻ്റെ പാപ്പാൻ അവൻ്റെ ചുറ്റും കിടന്നോടുന്നു. എന്താ സംഭവമെന്ന് ആദ്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോഴാണ് അവൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ അഭ്യാസം കാണിക്കുന്നു. അതുമാത്രമല്ല, ആ തറയ്ക്ക് ചുറ്റും പാപ്പാൻ കിടന്ന് ഓടുകയും ചെയ്യുന്നു. ദാസപ്പനാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. അപ്പോഴാണ് മനസ്സിലായത് ദാസപ്പനെ ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പാപ്പാൻ മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇത് കണ്ടിട്ട് ഇത് എന്തിൻ്റെ കേടാ, ആനയുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. ഇത് നീരിൽ നിൽക്കുന്ന ആനയ്ക്ക് നല്ല ഒലിവ് കിട്ടുന്നതിനും ശരീരം നന്നായിട്ട് ഇളകുന്നതിനും അവനെ ഒന്ന് സെറ്റാക്കി നിർത്തുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപെട്ട എല്ലാ പാപ്പാന്മാരും ചെയ്യുന്നൊരു പരിപാടിയാണ്. ചിലയിടത്ത് വലിയ ടയറൊക്കെ ഉരുട്ടി ആനയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കും. ആന അത് കൊമ്പിൽ കോർത്ത് പാപ്പാന്മാർക്ക് നേരെ തന്നെ എറിയും. ചിലയിടത്ത് നല്ല ഉരുളൻ തടി കഷ്ണം ഇട്ട് കൊടുക്കും. ആന അത് കൊമ്പിൽ കോർത്ത് എറിയും. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം പാപ്പാൻ അവന് ചുറ്റും കിടന്ന് ഓടുകയാണ്. അതിനനുസരിച്ച് ആന പാപ്പാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പാപ്പാൻ്റെ ഈ ഓട്ടം ദേവിദാസൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആനയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. പാപ്പാനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ കാത്ത് നിൽക്കുവാണ്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു തക്കം പാർത്തുള്ള നിപ്പാണ് ദേവിദാസൻ അവിടെ നിൽക്കുന്നത്. ഒരവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എറിഞ്ഞു പൊളിക്കും. പട്ട വെച്ചുള്ളൊരു ഷൂട്ട് ഔട്ട്, അതാണ് ദേവിദാസൻ്റെ സ്ഥിരം പരിപാടി. അതിപ്പം നീരിലല്ലാത്ത സമയത്താണെങ്കിലും അവൻ്റെ തറയുടെ മുന്നിൽ കിടന്ന അഭ്യാസം കാണിച്ചാൽ എറിഞ്ഞ് പൊളിക്കുവാനാണ്. അപ്പം പിന്നെ നീരിലായിരിക്കുമ്പം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളിത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ അവൻ ഒരു പ്രാവശ്യം എറിഞ്ഞു. അത് പാപ്പാന് കൊണ്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് അവനിങ്ങനെ തക്കം പാർത്ത് നിൽക്കുവാണ്. ദാസപ്പൻ എറിയാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പട്ടയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പാപ്പാൻ നിൽക്കുന്നുണ്ട്. അവന് അതും കൂടെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ദേഷ്യം വന്ന് നിൽക്കുവാണ്. അവത്തിൽ നിന്ന് വിട്ട് പാപ്പാൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ ഉറപ്പായിട്ടും അവൻ്റെ നേര് കിട്ടും. ഇതേപോലത്തെ കാഴ്ചയൊക്കെ വളരെ അപൂർവമായി മാത്രം നമുക്ക് കിട്ടുന്നതാണ്. അത് കാരണം തന്നെ കിട്ടുമ്പോൾ നമ്മൾ വിട്ട് കളയത്തുമില്ല, ഷൂട്ട് ചെയ്യും. ഈ കളി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കുറച്ച് സമയം ആനയിട്ട് നന്നായിട്ട് ഇളക്കി ശരീരമൊക്കെ ഒന്ന് സെറ്റായി അവനൊന്ന് ഉഷാറായതിന് ശേഷം മാത്രമേ ഇവരത് നിർത്തത്തുള്ളൂ. എന്തായാലും നമുക്ക് അത്രയും സമയമില്ല. ഓണമൊക്കെ അല്ലേ, തിരിച്ച് വീട്ടിലെത്തണം. ഇത് കണ്ടുകൊണ്ട് ഇവിടെ കുറേ കുട്ടിപ്പട്ടാളവും നിൽപ്പുണ്ട്. എന്തായാലും ദാസപ്പന് നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു. അപ്പുറത്ത് തന്നെ നമ്മുടെ രാമനും നീരിൽ നിൽപ്പുണ്ട്. രാമൻ്റെ അടുത്തോട്ട് നമുക്ക് പോകണം. രാമൻ്റെ വീഡിയോ അടുത്തതായിട്ടിടാം.